ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഈശോ 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യായിറോസിന്റെ മകള്, നായിനിലെ വിധവയുടെ ഏകമകൻ, പിന്നെ ലാസറസ്. ആ 3 പേര് ഇപ്പൊ എവിടെയുണ്ട്? കർത്താവ് അവരും മരിച്ചവരിനെ ഉയർപ്പിച്ചില്ലേ? ഇപ്പൊ എവിടെയുണ്ട് അവര്? അവര് പിന്നീട് സുനിശ്ചിതമായി മരിച്ചുപോയി. അപ്പൊ അവരുടേത് ഉയർപ്പല്ല, പുനരുജ്ജീവനമാണ്. റീസുസിറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. റെസറക്ഷൻ അല്ല, ഉത്ഥാനമല്ല, ഉയർപ്പല്ല, പുനരുജ്ജീവനമാണ്. മരിച്ച ഒരാളെ ഇഹലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് ഈ 3 പേരുടെയും കാര്യത്തിൽ സംഭവിച്ചത്. അതുപോലെ മരിച്ച ഒരാള് തിരിച്ച് ഈ ലോകത്തേക്ക് വന്നതല്ല യേശുവിന്റെ ഉത്ഥാനം, യേശുവിന്റെ ഉയർപ്പ്. അങ്ങനെയെങ്കിൽ എന്താണ് യേശുവിന്റെ ഉയർപ്പ്? നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? ഇത് വലിയ വിശ്വാസ സത്യമാണ് എന്ന് മാത്രം പറഞ്ഞ് നിൽക്കാതെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന തരത്തിൽ എന്താണ് ഈ യേശുവിന്റെ ഉത്ഥാനം, യേശുവിന്റെ ഉയർപ്പ് എന്ന് ഒന്ന് നമുക്ക് പഠിക്കാനായിട്ട് നോക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാമത്. ഒരു ഉദാഹരണം, ഒരു ചെടി. ഇത് ശരിക്കും ജീവനുള്ള ചെടിയാണ്. ഇതിന് ജീവനുണ്ട്, സസ്യജീവൻ. ഇതിന് ജീവനുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നേ? ഇത് ശ്വസിക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ നമുക്കെങ്ങനെ അറിയാം ഇതിന്റെ സസ്യജീവന്റെ ലക്ഷണം എന്താണ്, അടയാളം എന്താണ്? വളർച്ച, ഗ്രോത്ത്. അപ്പൊ സസ്യജീവന്റെ ലക്ഷണം എന്ന് പറയുന്നത് വളർച്ചയാണ്, വളർച്ച. നമുക്ക് ജീവന്റെ അടുത്തൊരു ഘട്ടം നോക്കുക, മൃഗജീവൻ. നമുക്കൊരു പട്ടിയോ പൂച്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു മൃഗം. എല്ലാ മൃഗങ്ങൾക്കും സസ്യജീവനുണ്ട്, അവ വളരുന്നു. പക്ഷെ സസ്യങ്ങൾക്കില്ലാത്ത ജീവന്റെ ഒരു ഘട്ടം മൃഗങ്ങൾക്കുണ്ട്. മൃഗജീവന്റെ ലക്ഷണം എന്താണ്? ചലനം. അല്ലേ? ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകാൻ കഴിയും, ചലനം. നമുക്ക് ജീവന്റെ അടുത്തൊരു ഘട്ടം നോക്കുക, മനുഷ്യജീവൻ. എന്നാണ് മനുഷ്യജീവന്റെ ലക്ഷണം? ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുരങ്ങ്, ചിമ്പാൻസി അല്ലെങ്കിൽ ഗോറില്ല അല്ലെങ്കിൽ എയ്പ്സ്, അതൊരു മനുഷ്യക്കുഞ്ഞിനെ കടിച്ചു കൊന്നു വിചാരിക്കുക. എന്തുകൊണ്ടാണ് ആ പട്ടിയെയോ അല്ലെങ്കിൽ ചിമ്പാൻസി അല്ലെങ്കിൽ ഗോറില്ല എന്ന് പറഞ്ഞ ആ മൃഗത്തെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജീവപര്യന്തം തടവിനോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കാത്തത്? മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മതിന്മകൾ തിരിച്ചറിയാനും തിന്മയെ നിരാകരിക്കാനും നന്മയെ സ്വീകരിക്കാനുമുള്ള ധാർമ്മിക ഫാക്കൽറ്റി, ധാർമ്മിക സിദ്ധി. അതിനെയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഈ ധാർമ്മിക ഫാക്കൽറ്റി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാൻ കഴിയുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിങ്ക്റ്റോ ഒരു ഫീലിംഗോ ഒരു ഇമോഷനോ ഒരു വികാരമോ അല്ല. അതൊക്കെ അതിന്റെ ഭാഗമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്. ലവ് ഇസ് എ ഡിസിഷൻ. റിയൽ ലവ് ഇസ് എ ഡിസിഷൻ. വെറുതെ വികാരങ്ങളുടെ പുറകെ പോകുന്നതോ അതല്ലല്ലോ സ്നേഹം എന്ന് പറയുന്നത്. അതൊരു തീരുമാനമാകുമ്പോഴാണ് സ്നേഹമാകുന്നുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹമെന്ന തീരുമാനത്തിന് കഴിവുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം, 3 ഫാക്കൽറ്റികളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്: വിശേഷബുദ്ധി, സ്വാതന്ത്ര്യം, സ്നേഹം. ഈ 3 ഫാക്കൽറ്റികളും ചേരുന്ന ഒരൊറ്റ സംഗതി എന്താണ്? ഇച്ഛാശക്തി, അല്ലെങ്കിൽ an act of the will. മനസ്സിന്റെ ഒരു തീരുമാനം, മനസ്സിന്റെ ഒരു ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിയാണ്, അതായത് an act of the will. ചിത്തമുണ്ടല്ലോ, ചിത്തത്തിന്റെ ഒരു തീരുമാനം, ഒരു പ്രവൃത്തി, അതാണ് മനുഷ്യജീവന്റെ ലക്ഷണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി നമ്മൾ പോവുകയാണ്. സസ്യജീവൻ വളർച്ചയിലൂടെ അറിയുന്നു, മൃഗജീവൻ ചലനത്തിലൂടെ അറിയുന്നു, മനുഷ്യജീവൻ an act of the will, മനുഷ്യന്റെ തീരുമാനത്തിലൂടെ അത് അറിയുന്നു. സ്വാതന്ത്ര്യവും സ്നേഹവും വിശേഷബുദ്ധിയും ചേരുന്ന ഒരു ചിത്തത്തിന്റെ പ്രവൃത്തിയിലൂടെ മനുഷ്യജീവൻ അറിയുന്നു. നമുക്കൊരു ചോദ്യം ചോദിക്കുക. ഈ സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവനാണോ ജീവന്റെ അന്ത്യം?
ജീവന്റെ അവസാനം മനുഷ്യജീവനാണോ അതോ അതിനപ്പുറത്ത് ജീവന്റെ ഒരു ഘട്ടം കൂടി വേണോ? വിശ്വാസത്തിന്റെയോ ബൈബിളിന്റെ വെളിച്ചത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ ബൈബിളിലും വിശ്വാസത്തിലൊക്കെ നമുക്ക് നല്ല ഉത്തരങ്ങളുണ്ട്. പക്ഷെ അത് പോരല്ലോ. നമ്മുടെ മനുഷ്യ മനസ്സിനെ മനസ്സിലാകുന്ന, യുക്തിക്ക് മനസ്സിലാകുന്ന, മറ്റു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഉത്തരം വേണമല്ലോ. ബൈബിൾ അംഗീകരിക്കാത്തവർക്കും തിരുവചനം അംഗീകരിക്കാത്തവർക്കും ദൈവം ഇല്ല എന്ന് വിചാരിക്കുന്നവർക്കും ആത്മാവില്ല എന്ന് വിചാരിക്കുന്നവർക്കും ഒരു മറുപടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. യുക്തിയുടെ വീക്ഷണത്തിൽ, ഇപ്പൊ ഞാൻ പറയും ശാസ്ത്രീയ യുക്തിയുടെ വീക്ഷണത്തിൽ ചിന്തിച്ചു നോക്കിയാൽ, ജീവൻ, ആ വാക്ക് നോക്കിയ ജീവൻ ആയിരിക്കണമെങ്കിൽ ജീവൻ എന്നേക്കും നിലനിൽക്കണ്ടേ? എപ്പോഴെങ്കിലും ജീവൻ മരിച്ചു പോയാൽ പിന്നെ ജീവനല്ലല്ലോ. ജീവൻ എന്ന വാക്ക് ശരിക്കും ജീവൻ ആയിരിക്കണമെങ്കിൽ, ആ വാക്കിന് അർത്ഥം കിട്ടണമെങ്കിൽ ജീവൻ എന്നേക്കും നിലനിൽക്കണം. അതായത് ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാതെ നിന്നാലേ ഈ ജീവന്റെ പരിണാമം അതിന്റെ ലക്ഷ്യത്തിലെത്തൂ. സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ ജീവന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അന്തിമ ഘട്ടത്തിലേക്ക് ജീവൻ പ്രവേശിച്ച് ആ ജീവൻ മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാതെ നിന്നാലേ ജീവനായിട്ട് കണക്കാക്കാൻ പറ്റൂ. ഇത് ശാസ്ത്രീയ യുക്തിയാണ് ഞാൻ പറയണേ. ജീവന്റെ പരിണാമം ഈ അന്തിമ ഘട്ടത്തെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ അന്തിമ ഘട്ടത്തിലേക്ക് ഈശോ പ്രവേശിച്ചു എന്നാണ് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരിച്ചവരിൽ അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ജീവന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിച്ചു. ആ പ്രവേശിച്ചപ്പോൾ മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ആ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകാനാണ് സമൃദ്ധമായ ജീവൻ. അത് ബയോളജിക്കൽ ജീവനല്ല. സൊയെ എന്ന് ഗ്രീക്കിൽ ബിയോസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ജീവശാസ്ത്രപരമായ ജീവൻ. അത് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമാണ്. അതിന് വിധേയമല്ലാത്ത സമൃദ്ധമായ ജീവൻ സൊയെ എന്നാണ് ഗ്രീക്കില്. ബിയോസ് എന്നല്ല, ബിയോസ് ബയോളജി അല്ല, സൊയെ നിത്യജീവൻ എന്നൊക്കെ നമ്മൾ പറയും, അനശ്വര ജീവൻ എന്ന് പറയും. ആ ജീവനിലേക്ക് അവൻ പ്രവേശിച്ചു. അവൻ പ്രവേശിച്ചത് അവന്റെ വ്യക്തിപരമായ നേട്ടമായിട്ടല്ല. കൊറിന്തോസിൽ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അവൻ മരിച്ചവൻ ഉയർപ്പില്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട പുതിയ മനുഷ്യവംശത്തിന്റെ തലവൻ എന്ന നിലയിൽ, മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ എന്ന നിലയിൽ അവൻ ഈ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ആ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സകലർക്കും ആ ജീവൻ വാഗ്ദാനം ചെയ്യാണ്. അപ്പോൾ നമുക്ക് മരിച്ചതിന് ശേഷവും ജീവിക്കാനായിട്ട്, നമ്മളായിട്ട് ജീവിക്കാനുള്ള ഒരു ഇടം, ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, ഒരു ഇടം, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, സൃഷ്ടിക്കുകയാണ് ഈശോ ചെയ്തത്. സ്വർഗം ഒരു അവസ്ഥയാണെന്ന് പല ദൈവശാസ്ത്രജ്ഞന്മാരും പഠിപ്പിക്കും. ഞാൻ വിചാരിക്കുന്നത് അതൊരു ഇടമാണെന്നാണ്. പക്ഷെ സ്പേസ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന ശൂന്യാകാശം അങ്ങനെ പറഞ്ഞൊരു സ്പേസ് അല്ല. ആ വാക്കിന് അർത്ഥവ്യത്യാസം വരും. ഞാൻ കഴിഞ്ഞ ദിവസം ആള് എന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരുമെന്ന് ഞാൻ പറഞ്ഞു. സംസാരം എന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരും എന്ന് പറഞ്ഞു. അതേ അർത്ഥവ്യത്യാസം സ്പേസ് എന്ന വാക്കിനും വരും. അപ്പൊ ഇത് വെറും ഒരു അവസ്ഥയല്ല, ഒരു ഇടമാണ്. അവന്റെ ഉത്ഥാനം നോക്കുക, യേശുവിന്റെ ഉത്ഥാനം നോക്കുക. അവൻ മനുഷ്യ ശരീരം കല്ലറയിൽ ഉപേക്ഷിച്ചില്ല. കല്ലറയിലേക്ക് പോയ പത്രോസും യോഹന്നാൻ എന്താ കണ്ടത്? 2 തുണി, അവനെ പൊതിഞ്ഞ ഒരു തുണിയും പിന്നെ അവന്റെ മുഖത്തിട്ടിരുന്ന തൂവാലയും. അത് ചുരുട്ടിക്കൂട്ടി അവിടെ വെച്ചിരിക്കുന്നു, ആ കല്ലറയിൽ വെച്ചിരിക്കുന്നു. ഈ 2 തുണികളാണ് നമ്മൾ ബലിപീഠത്തിൽ പള്ളിയിൽ കാണുന്നത്. ബലിപീഠത്തെ മറയ്ക്കുന്ന ഒരു തുണിയും പിന്നെ മറ്റൊരു തുണിയും. അതാണ് നമ്മൾ ബലിപീഠത്തിൽ കാണുന്നത്. കർത്താവ് ആ തുണികളെല്ലാം കല്ലറിൽ ഉപേക്ഷിച്ചിട്ടാ പോയത്. പക്ഷെ ശരീരം അവിടെ ഇല്ല. ലാസർ തുണികളെ ചുറ്റപ്പെട്ട് വന്നു എന്ന് വെച്ചാൽ ഈഹലോകത്തിലേക്ക് വന്നത്. കർത്താവ് ഈഹലോകത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നില്ല. പക്ഷെ ശരീരം അവിടെ ഉപേക്ഷിച്ചില്ല. ശരീരത്തോടു കൂടിയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അവന്റെ മനുഷ്യ ശരീരം രൂപാന്തരപ്പെടുത്തി അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. മനുഷ്യത്വം അവന്റെ മഹത്വീകൃതമായി മനുഷ്യത്വം മഹത്വീകരിച്ചിട്ട് തേജസ്വീകരിച്ചിട്ട് അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്ന അർത്ഥം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇന്നെന്താ ചൊല്ലുന്നത്? ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ഹിന്ദു സഹോദരന്മാരോ ഗ്രീക്കുകാരോ വിശ്വസിക്കുന്നത് പോലെ അല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. നമ്മൾ ആത്മാവിന്റെ അമർത്തതയിലല്ല വിശ്വസിക്കുന്നത്, ആളുടെ ഉയർപ്പിലാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം.
ആളുടെ ഉയർപ്പിലാണ്, ശരീരത്തിന്റെ ഉയർപ്പിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ചും കത്തോലിക്കര്. ആത്മാവിന്റെ അമരത്വത്തിലല്ല. അത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട്, ഗ്രീക്കുകാർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ആളുടെ ഉയർപ്പിലാണ്. പക്ഷെ ആ ആളെന്ന് പറഞ്ഞാൽ രൂപാന്തരം വന്ന ശരീരമാണ്, രൂപാന്തരം വന്ന ശരീര. അപ്പൊ വെറുതെ ആത്മാവിന്റെ ഉയർപ്പിലോ വെറുതെ ശരീരത്തിന്റെ ഉയർപ്പിലോ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ആളുടെ ഉയർപ്പിലാണ്. ജോസ് എന്ന ആളാണ് ഉയർക്കുന്നത്, ജോസിന്റെ ആത്മാവല്ല, ജോസിന്റെ ശരീരം മാത്രമല്ല. ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളെന്നാണ്, അല്ലാതെ നമ്മുടെ ഈ അസ്ഥിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാംസത്തിനെ അല്ല. ശരീരത്തിന് ഉയർപ്പിലും നാം വിശ്വസിക്കുന്നു. ഇത് വളരെ ഗംഭീരമായ ഒരു അവകാശവാദമാണ്, സത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉയർപ്പ്, നമുക്കെങ്ങനെ ഉയർപ്പ് നേടാൻ പറ്റും? മരിച്ചവരെന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് ചേർന്നിരുന്നാൽ മാത്രമേ അത് കഴിയൂ. ആത്മാവിന് അതിൽ തന്നെ അമരത്വമില്ല. ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒരുപാട്, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് ആത്മാവിന്റെ അമരത്വത്തിലല്ല, ആളുടെ ഉയർപ്പിലാണ്. ആ ആളുടെ ശരീരം എങ്ങനെയിരിക്കും? കർത്താവ് ഉത്ഥാനം ചെയ്തപ്പോൾ എന്താ ചെയ്തത്? അവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ പേടിച്ചു പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു ഭൂതമല്ല, പ്രേതമൊന്നുമല്ല. ഭൂതത്തിനും പ്രേതത്തിനും ശരീരമില്ല, എനിക്ക് ശരീരമുണ്ട്, തൊട്ടു നോക്കൂ. തോമസ് ലേഖയ്ക്ക് അവന്റെ പാർശ്വത്തിൽ വിരലിടാൻ പറ്റി. സ്ത്രീകൾ അവന്റെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 9-10 വാക്യങ്ങൾ. മഗ്ദലന മറിയം കർത്താവിനെ ഇങ്ങനെ ക്ലിങ്ങോൺ ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം. അപ്പൊ അവന് ശരീരമുണ്ട്, പക്ഷേ വാതിലിനും ജനലൊക്കെ അടഞ്ഞു കിടക്കുമ്പോഴും അവന് പ്രത്യക്ഷപ്പെടാൻ പറ്റി. അപ്പൊ ശരീരത്തോട് കൂടിയാണ് ഉയർപ്പ്. പക്ഷെ ആ ശരീരം എന്ന് പറയുന്നത് ഭൗതിക ശരീരത്തിന്റെ പരിമിതികളെല്ലാം അതിലംഘിക്കുന്ന ഒരു ശരീരമാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഉത്ഥാനം ചെയ്ത ഒരേ ഒരു വ്യക്തിയെ ലോകത്തുള്ളൂ. ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദ്, ഇവരാരും തന്നെ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ ജീവൻ, അതായത് മരണത്തിന്റെയും അഴകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ നൽകാൻ അവർക്ക് ആർക്കും കഴിയില്ല. അപ്പൊ നമുക്കൊരു അവസാന ഒരു ചോദ്യം കൂടി, എന്താണ് നിത്യജീവൻ? ഈ അനശ്വര ജീവൻ, അതായത് മരണത്തിന്റെയും അഴകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, കർത്താവ് പറയുന്നു, മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് പറയുന്നത്. ഈ സ്ലീഹന്മാരെ പുരോഹിതന്മാരായി വാഴിക്കുന്ന കർമ്മത്തിനിടയ്ക്കാണ് പറയുന്നത് നിത്യജീവൻ എന്താണ്? ദൈവത്തെയും അവനയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിവാണ് നിത്യജീവൻ. അറിവ് ഈ ഹിന്ദു സഹോദരന്മാർ പറയുന്ന ജ്ഞാനമാർഗം അതല്ല. അറിവ് ആണ് നിത്യജീവൻ. എന്താണ് അറിവെന്ന് പറഞ്ഞാൽ, നമുക്ക് വീണ്ടും ഒരു ഉദാഹരണം. ഇത് ജീവനുള്ള ഒരു പൂവാണ്, റോസപ്പൂവാണ്. ഈ റോസപ്പൂവിന് നിങ്ങൾക്ക് അറിയാം. എന്തതിന്റെ പേര്? റോസ്. എന്തതിന്റെ കളറ്? അറിയാം. എന്തതിന്റെ തൂക്കം? അയ്യോ, അത്ര അറിയില്ല അച്ചോ. എന്തതിന്റെ രുചി? അതറിയില്ല. ഇതിന്റെ രുചി, തൂക്കവും രുചിയും ഒന്നും അറിയുന്നില്ലെങ്കിൽ ഈ പൂവിനെ അറിയാം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പൂവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. ഈ പൂവിനെ എനിക്കറിയാൻ പറ്റുമോ? ഈ പൂവിനെ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പൂവും ഞാൻ തമ്മിൽ ഒന്നാകണം. ഈ പൂവ് ഞാൻ കഴിക്കണം. അപ്പൊ അതിന്റെ രുചി അറിയുള്ളൂ, ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോഴാണ് ഈ പൂവ് എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റൂ. അപ്പൊ യഥാർത്ഥ അറിവിൽ ഒരു ഒന്നാകലുണ്ട്, യൂണിയനുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ബൈബിള് ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അവരൊന്നായില്ല, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടില്ലെന്നർത്ഥം. രണ്ടുപേരും പരസ്പരം അറിഞ്ഞില്ല. അറിവ് എന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്. അവരൊന്നായില്ല, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ ഒന്നാകലാണ്. ദൈവത്തെയും ദൈവമയച്ച പുത്രനെയും അറിയുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒന്നാകുക. ഈ ഒന്നാകാനുള്ള മാർഗം എവിടെയാണ്? വിശുദ്ധ കുർബാനയിലെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, മരണത്തിന്റെയും അഴകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക് പ്രവേശിച്ച കർത്താവ് നമ്മിലേക്ക് വന്ന് നമ്മളുമായിട്ട് ഒന്നാകുകയാണ്. നാം അവനുമായിട്ട് ഒന്നാകുകയാണ്. ആ ഒന്നാകലാണ് അനശ്വരമായ ജീവൻ. അതുകൊണ്ടാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ലെന്ന കർത്താവ് പറഞ്ഞത്. മരണത്തിന്റെയും അഴകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ആ ഘട്ടത്തിലേക്ക്, ജീവന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിച്ച കർത്താവ് നമ്മിലേക്ക് വരുന്നതിനാൽ, നാം അവനുമായിട്ട് ഒന്നാകുന്നതിനാൽ, അങ്ങനെ അറിവുണ്ടാകുന്നതിനാൽ, അറിവെന്ന് വെച്ചാൽ ഒന്നാകലാണ്, അങ്ങനെ സംഭവിക്കുന്നതിനാൽ നമുക്ക് കത്തോലിക്കർക്ക് മരണമില്ല, സ്ഥലം മാറ്റേ ഉള്ളൂ. ഈ ജീവശാസ്ത്രപരമായ ജീവനിൽ നിന്ന് ഈ അനശ്വര ജീവനിലേക്കുള്ള സ്ഥലം മാറ്റം.
അതുകൊണ്ടാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, ഈ എന്റെ മാംസവും രക്തവും കുടിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കാര്യങ്ങൾ വളരെ യുക്തിഭദ്രമായിട്ടാണ് ഞാൻ പറയുന്നത്. വെറും വിശ്വാസമല്ല, വിശ്വാസത്തിൽ ഇത് വളരെ ക്ലിയർ ആണ്, പക്ഷെ യുക്തിക്കും വളരെ ക്ലിയർ ആണ്. യുക്തിക്കും വിശ്വാസത്തിനും ബോധ്യം വന്നാലല്ലേ എപ്പോഴും രണ്ട് ചിറകുകളല്ലേ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. സത്യത്തിലേക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ ദൈവം തന്നിരിക്കുന്നത്, ഒന്ന് യുക്തി, മറ്റൊന്ന് വിശ്വാസം. ഏതെങ്കിലും ഒരു ചിറക് വെട്ടിക്കളഞ്ഞാൽ നമ്മളിങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങേ ഉള്ളൂ, ഒരിക്കലും പറക്കില്ല. വിശ്വാസം മാത്രമായാൽ അത് സോൾ ഓഫ് ഫെയ്ത്, വിശ്വാസം മാത്രം, അതാണ് പ്രൊട്ടക്ഷനുകാര്. ആ പ്രൊട്ടക്ഷന്റെ വിപ്ലവമാണ് യൂറോപ്പിൽ വിശ്വാസം നശിപ്പിക്കാനുണ്ടായ കാരണം. എന്താ? വിശ്വാസം മാത്രം, യുക്തി വേണ്ട. ഈ നിരീശ്വരന്മാരും യുക്തിവാദികളും ഒക്കെ എന്താ പറയുന്നത്? യുക്തി മാത്രം, വിശ്വാസം വേണ്ട. ഇത് കൂട്ടർക്കും സത്യത്തിലേക്ക് പറക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടുമുണ്ട്, യുക്തിയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് സത്യത്തിലേക്ക് പറക്കാൻ നമുക്ക് പറ്റുന്നു. വിശ്വാസവും യുക്തിയും ഉണ്ടെങ്കിലേ സത്യത്തിലേക്ക് പറക്കാൻ പറ്റൂ. കാരണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ആക്ട് ഓഫ് ദ വിൽ നമ്മെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ യുക്തിയാണ്. ആ യുക്തിക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ നിത്യജീവൻ അനശ്വരജീവൻ അവതരിപ്പിച്ചത്. എത്ര കൃത്യമാണിത്! അപ്പൊ അതുകൊണ്ട് യേശു ഏകരക്ഷകനാണ് നമ്മൾ പറയുന്നതിന് കാരണം എന്താ? എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല നമ്മൾ പറയുന്നതിന് കാരണം എന്താ? മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒന്നാണെന്നല്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതല്ല. വിവിധ മതങ്ങളും വ്യത്യസ്തമായ സംഗതികളാണ്. ഓരോ മതത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട്. എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷെ എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. ഇതാണ് മതേതരത്വം. എന്തുകൊണ്ടാണ് യേശു ഏകരക്ഷകനാണെന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്ര വളരെ ചെറിയൊരു മൈനോറിറ്റിയായ നമ്മെ പീഡിപ്പിക്കാനായിട്ട് മെജോറിറ്റി ശ്രമിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, മരിച്ചവരെ ഉത്ഥാനം ചെയ്ത ഒരൊറ്റ ആളേ ഉള്ളൂ ചരിത്രത്തിൽ. അത് യേശുക്രിസ്തുവാണ്. രാമനോ കൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദോ ആരും തന്നെ മരിച്ചവർ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ അനശ്വര ജീവൻ, അതായത് മരണത്തിന്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ നൽകാൻ കഴിയില്ല. ഇത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മളുടെ വിഷമം. നമ്മൾ വളരെ ചെറിയ സമൂഹമാണെങ്കിലും സത്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ അഹങ്കാരമൊന്നുമല്ല, ഒരു പേട്രണൈസിങ്, മറ്റുള്ളവരെക്കാൾ കേമന്മാരാണ് നമ്മളെന്ന് പറയുന്നത് ഒന്നുമല്ല അതിന്റെ അർത്ഥം. സത്യം നമ്മൾ പറയുന്നു. ഇതാണ് ഉയർപ്പിന്റെ സന്ദേശം. അനശ്വരമായ ജീവൻ എന്ന് പറയുന്ന ജീവൻ അന്തിമഘട്ടത്തിലേക്ക് കർത്താവ് കടക്കുകയും അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രം, അവനുമായി ഒന്നാകുന്നവർക്ക് മാത്രം ആ ജീവൻ നൽകുകയും ചെയ്യുന്നു. ഇത് കൗതാശികമായി നടക്കുന്നത് കുർബാനയിലാണ്, അതുപോലെ മറ്റു കൂതാശകളിലും. അത് അങ്ങനെ വെറുതെ കൗതാശികമായിട്ട് മാത്രം ബന്ധപ്പെട്ട പോരാ, ജീവിതത്തിലും വേണം, വിശ്വാസത്തിലും ജീവിതത്തിലൊക്കെ വേണം. പക്ഷെ കൗതാശികമായിട്ടും വേണം. കൗതാശികമായിട്ടില്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും അവരൊക്കെ എത്ര ഗംഭീരമായി പ്രസംഗിച്ചാലും കർത്താവുമായിട്ടോ കൗതാശികമായിട്ടോ ഒന്നാകുന്നില്ലെങ്കിൽ അവരും ഈ അനശ്വര ജീവനിലേക്ക് പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരെല്ലാവരും തിരിച്ചു കൊണ്ടുവരണമെന്നും ഞാൻ പറയുന്നത്. മറ്റ് മതസ്ഥരോട് സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരോടും സുവിശേഷം പ്രസംഗിച്ച് അവരെയും ഈ തൊഴുത്തിലേക്ക് കൊണ്ടുവരണം. അവരും നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണം, ഇവിടെയും സ്വർഗത്തിൽ ആയിരിക്കണം. ഇതുകൊണ്ടാണ് അവർ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇസ്ലാമിനെതിരേക്ക് നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പോരാ. അത് വേണം, പക്ഷെ അത് പോരാ. അപര്യാപ്തമാണ് അവരുടേത്. നമ്മൾ പ്രസംഗിക്കുന്നില്ല എന്നുള്ള അപര്യാപ്തത നമുക്കുണ്ട്, അത് നമ്മൾ പരിഹരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ ഉത്ഥാനം, ഈ ഉയർപ്പ് തിരുനാൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് മനുഷ്യവംശത്തിന് മുഴുവൻ. ഇതൊരു വെറുതെ ഒരു സെലിബ്രേഷനോ ആഘോഷമോ ഒന്നുമല്ല, സത്യത്തിന്റെ പ്രഖ്യാപനമാണ്. സത്യത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഉറച്ച സ്വരത്തിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവരോടൊക്കെ പറയാനായിട്ട് ഈ ദിവസം ഉപയോഗിക്കണം. കള്ളം കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കാനുള്ള ദിവസമല്ല ഇത്. ആഘോഷം എന്ന് പറഞ്ഞാൽ അതല്ല, പ്രഖ്യാപനമാണ്. കർത്താവും മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന പ്രഖ്യാപനം, അവന് മറ്റൊന്നാകാനുള്ള പ്രഖ്യാപനം. അതിന് ദോഷം വരുന്ന ഒരു ആഘോഷവും ചെയ്യാൻ പാടില്ല. അതെല്ലാം മരണത്തിലേക്ക് നയിക്കും. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചവന്റെ തിരുനാളാണിത്. അത് നമ്മുടെ തിരുനാളാണ്. നമ്മൾ അവന് മറ്റൊന്നാകുന്ന തിരുനാളാണ്. അതിന് കോട്ടം വരുന്ന ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ വലിയ സത്യം ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കലും പിന്നെ പ്രഖ്യാപനവുമായിട്ട് ഈ ഉയർപ്പ് തിരുനാള് രൂപാന്തരപ്പെടട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.